ഇസ്രായേലുമായുള്ള സംഘർഷം തുടരുന്നതിനിടെ ഇറാനിൽ റിക്ടർ സ്കെയിലിൽ 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വമ്പൻ തിരിച്ചടിയാണ്. പ്രകൃതി പോലും ഇറാനെതിരെ പണിഞ്ഞു തുടങ്ങിയെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. സംനാർ നഗരത്തിന് തെക്കു പടിഞ്ഞാറ് 37 കിലോമീറ്റർ അകലെ 10 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനം അനുഭവപ്പെട്ടതെന്ന് US ജിയോളജിക്കൽ സർവേ അറിയിച്ചിട്ടുണ്ട്. മേഖലയിലെ സംഘർഷം കണക്കിലെടുത്ത് ഇറാൻ ആണവ പരീക്ഷണം നടത്തിയതിന്റെ ഫലമായാണോ ഈ പ്രകമ്പനമെന്ന ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സംഭവത്തിൽ ആളപായമില്ലെന്നും നേരിയ നാശനഷ്ടങ്ങൾ മാത്രമാണുള്ളതെന്നും ഇറാൻ വാർത്താ ഏജൻസിയായ ഇർന റിപ്പോർട്ട് ചെയ്യുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ സൈന്യം നടത്തുന്ന സംനാൻ മിസൈൽ കോംപ്ലക്സും സംനാൻ ബഹിരാകാശ കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശത്താണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇസ്രായേലിന്റെ ആക്രമണം എന്നതിനാൽ ആ തരത്തിലുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ലെന്ന നിരീക്ഷണവുമുണ്ട്. ലോകത്ത് കൂടുതൽ ഭൂചലനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ. പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ് ഭൂചലനങ്ങൾക്ക് കാരണമാകുന്നത്. രാജ്യത്ത് പ്രതിവർഷം ശരാശരി 2100 ഭൂകമ്പങ്ങൾ അനുഭവപ്പെടുന്നു. ഇതിൽ ഏകദേശം 15 മുതൽ 16 വരെ ഭൂകമ്പങ്ങൾ 5.0 അതിൽ കൂടുതലോ തീവ്രതയിൽ അനുഭവപ്പെടുന്നതാണ്. കഴിഞ്ഞ ദിവസം റസാവി ഖൊറാസാൻ പ്രവിശ്യയിലെ കാഷ്കാറി നടുത്ത് 4.2 തീവ്രതയിലും ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടിരുന്നു. അതിനിടെ ഇസ്രായേൽ ഇറാൻ സംഘർഷം ഒരാഴ്ച പിന്നിടുകയാണ്. യുദ്ധക്കെടുതി മൂലം ടെഹ്റാനിലും ടെൽ അവീവിലും ഒട്ടേറെ പേർക്ക് ജീവൻ നഷ്ടമായി. വ്യാപകമായ നാശനഷ്ടങ്ങൾക്കും സംഘർഷം കാരണമായിട്ടുണ്ട്. അതേസമയം ഇറാനും ഇസ്രായേലും തമ്മിൽ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തുടരുന്ന സാഹചര്യമാണ്. ഏറ്റവും പുതിയ ആക്രമണത്തിൽ ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിനെ ബാലിസ്റ്റിക് മിസൈലുകളും റോക്കറ്റുകളും ഉപയോഗിച്ച് ഇറാൻ ആക്രമിച്ചു. മധ്യ ഇസ്രായേലിൽ സൈറണുകൾ മുഴങ്ങാൻ തുടങ്ങിയിട്ടുണ്ടെന്നും ഇറാനിൽ നിന്നുള്ള നിരവധി റോക്കറ്റുകൾ നഗരത്തെ ലക്ഷ്യമിടുന്നുണ്ടെന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. നഗരത്തിലെ പല ഭാഗങ്ങളിലും സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില മിസൈലുകളും നിരവധി റോക്കറ്റുകളും തകർക്കുന്നതിൽ ഇസ്രായേലി മിസൈൽ പ്രതിരോധ സംവിധാനം വിജയിക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച ടെഹ്റാനിലെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ, പ്രതിരോധ വ്യവസായങ്ങൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ എന്നിവയ്ക്കെതിരെ ദീർഘദൂരവും ഭാരമേറിയതുമായ മിസൈലുകൾ ഉപയോഗിച്ചതായി ഇറാനിയൻ സൈനിക വക്താവിനെ ഉദ്ധരിച്ച് ഫാർസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഏറ്റവും പുതിയ ഇറാനിയൻ ആക്രമണങ്ങൾ ഏകദേശം 20 മിസൈലുകൾ പ്രയോഗിച്ചതായും കുറഞ്ഞത് 2 പേർക്ക് പരിക്കേറ്റതായും ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി ഇസ്രായേലി ആംബുലൻസ് സർവീസ് അറിയിച്ചിട്ടുണ്ട്. ഇറാനിയൻ ആക്രമണത്തിന് ശേഷം മധ്യ ഇസ്രായേലിലെ ഒരു 4 നില അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ തീപിടുത്തമുണ്ടായതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തുണ്ട് തീ നിയന്ത്രണ വിധേയമാക്കുകയാണ്. ഈ ആക്രമണത്തിൽ ആരെയെങ്കിലും കുടുങ്ങിയതായോ പരിക്കേറ്റതായോ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാറിന്റെ അഭിപ്രായത്തിൽ തെക്കൻ ഇസ്രായേലിലെ ബീർഷെബയിലും വടക്കൻ ഇസ്രായേലിലെ ഹൈഫയിലും ഇറാൻ മിസൈലുകൾ പ്രയോഗിച്ചു. ഇസ്രായേൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഒരു ശാഖ സ്ഥിതി ചെയ്യുന്ന സമീപത്തുള്ള ഒരു ബഹുനില കെട്ടിടത്തിന് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വീഡിയോയിൽ കാണിച്ചിട്ടുമുണ്ട്. ഹൈഫ ഇസ്രായേലിന്റെ തുറമുഖ നഗരമാണ്. ഏറ്റവും തിരക്കേറിയ തുറമുഖവും നാവിക താവളവുമാണ് അത്. ഹൈഫയിൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാർ ഇറാന്റെ ഉദ്ദേശങ്ങളിൽ തനിക്ക് വളരെ സംശയമുണ്ടെന്നും വ്യക്തമാക്കി. ഇറാന്റെ രേഖയിൽ നിന്ന് അവർ സത്യസന്ധമായി ചർച്ച നടത്തുന്നില്ലെന്നും അറിയാം എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അതേസമയം ഇസ്രായേലിൽ നിന്നുള്ള പ്രത്യാക്രമണവും തുടരുകയാണ്. റവല്യൂഷണറി ഗാർഡിന്റെ 2ാം UAV ബ്രിഗേഡിയറിന്റെ കമാൻഡറായ അമിൻപൂർ സൗദാക്കിയെ തങ്ങളുടെ വ്യോമസേന ആക്രമിച്ച് കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. തെക്കു പടിഞ്ഞാറൻ ഇറാനിലെ അഹ്വാസ് മേഖലയിൽ നിന്ന് ഇസ്രായേൽ പ്രദേശത്തിന് നേരെ അമീൻപൂർ ജൗദി 100 കണക്കിന് UAV ആക്രമണങ്ങൾ നടത്തി. 2025 ജൂൺ 13 IRGC വ്യോമസേന UAV ആസ്ഥാനത്തിന്റെ കമാൻഡറായിരുന്ന താഹിർ പൗറിനെ ഇല്ലാതാക്കിയതിനു ശേഷം ആസ്ഥാനം പ്രവർത്തിക്കുന്നതിൽ ജൗസ്കെ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.